അതെ, ടെക്കി പെപ്സി കുടിക്കുന്നു, ടെക്കി കഷായം കുടിക്കുന്നു. ലൈം ജ്യൂസ് ഉണ്ടോ? ഇന്ന് കുക്കിങ്ങും ക്ലീനിങ്ങും ഒന്നും ഇല്ലാത്തൊരു ദിവസം. എപ്പോഴും ഇങ്ങനെ അടുക്കളയിൽ തന്നെ വീട്ടിൽ തന്നെ ആയാൽ മതിയോ? നമുക്കും ഒരു റിലീഫൊക്കെ വേണ്ടേ? അപ്പോൾ ഇന്നലെ തന്നെ തീരുമാനിച്ചിരുന്നു നമുക്ക് രാവിലെ തന്നെ സ്ഥലം വിടാമെന്ന്. അധികം ദൂരമൊന്നുമല്ല, കോഴിക്കോട്. ഇവിടുന്ന് നമ്മൾ വടകരയിൽ നിന്ന് കോഴിക്കോട് ഒരു 2-2.5 മണിക്കൂർ അത്രയേ ഉള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാതെ ഇറങ്ങിയത്. ഞങ്ങൾക്ക് ഇവിടെ SR ടീ ആൻഡ് ടിഫിൻ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. കുഞ്ഞു കടയാണെങ്കിലും നല്ല തിരക്കാണ്. കാരണം അവിടുത്തെ മസാല ദോശയ്ക്കും നീറോസിനും പൂരിക്കൊക്കെ ഭയങ്കര ടേസ്റ്റുമാണ്. പക്ഷേ ഇന്ന് തിരക്ക് കാരണം തന്നെ നമുക്ക് അവിടെ പോകാൻ പറ്റിയില്ല. അവിടുത്തെ തിരക്ക് കാരണം ഞങ്ങൾ നേരെ ആര്യഭവനിലേക്ക് വന്നു. കാരണം ട്രാഫിക് ബ്ലോക്ക് എങ്ങാനും ഉണ്ടെങ്കിൽ വിചാരിച്ചതുപോലെ നല്ല ചൂടല്ലേ, അപ്പം വെയിലിന് മുന്നേ അവിടെ കോഴിക്കോട് എത്താമെന്ന് വിചാരിച്ചിട്ട് ആര്യഭവനിൽ കയറിയിട്ട് അവിടെ നീറോസ്റ്റും ഇഡ്ഡലിയൊക്കെ വാങ്ങിയത്. വെക്കേഷൻ ആയിക്കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും മക്കളിങ്ങനെ തിരക്ക് പിടിക്കില്ലേ, എവിടെയെങ്കിലും ട്രിപ്പ് പോകാം, എങ്ങോട്ടെങ്കിലും പോകാം എന്നുള്ളത്. അപ്പോൾ എന്തായാലും അവരുടെ ആഗ്രഹം സാധിക്കാൻ നമ്മൾ പോവുകയും ചെയ്യാറുണ്ട്. പക്ഷേ എനിക്ക് പേഴ്സണലി യാത്രകൾ അത്ര ഇഷ്ടമില്ല. എന്താണെന്ന് എനിക്കറിയില്ല, എന്നെപ്പോലെ ഇങ്ങനെ എത്ര പേരുണ്ടാവുമെന്നും അറിയില്ല. തെക്കോട്ട് പോയാൽ കോഴിക്കോട്, വടക്കോട്ടാണെങ്കിൽ കണ്ണൂർ, പിന്നെ ഒരു വയനാടുണ്ട്. മാക്സിമം ആ ഒരു ഏരിയ മാത്രമാണ് ഞങ്ങളധികം പോകാറുള്ളൂ. ലോങ് ട്രിപ്പൊന്നും എനിക്ക് അത്ര ഇഷ്ടമില്ലാത്തത് കൊണ്ടും പിന്നെ എന്താ മൈഗ്രെയിൻ്റെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ യാത്രകൾ വളരെ കുറവാണ്. എന്നെപ്പോലെ അപൂർവം കുറച്ച് പേര് മാത്രമേ ലോകത്തിലുണ്ടാവുമെന്ന് എനിക്ക് തോന്നാറുണ്ട്. എൻ്റെ കൂടെയുള്ളവരും പറയും. കാരണം ഇതുപോലെ യാത്ര ചെയ്യാൻ ഇഷ്ടമില്ലാത്ത, പുതിയ പുതിയ സ്ഥലങ്ങൾ കാണാൻ ഇഷ്ടമില്ലാത്തവരുണ്ടാവുമെന്ന് അറിയില്ല. കാരണം എനിക്ക് ഏറ്റവും എൻ്റെ കംഫർട്ടായിട്ടുള്ള സ്പേസ് എന്ന് പറഞ്ഞാൽ എൻ്റെ വീട് തന്നെയാണ്. പക്ഷേ എൻ്റെ ചുറ്റുമുള്ളവരെപ്പോഴും പറയും ഇങ്ങനെ മടുക്കില്ലേ വീട്ടിൽ തന്നെ ഇരുന്നാൽ. പക്ഷേ എന്താ അറിയില്ല, വീട് അങ്ങനെ മടുക്കാറില്ല. ഇനിയിപ്പോൾ എവിടെയെങ്കിലും ഇൻ കേസ് പോയാൽ തന്നെ 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് വീട്ടിൽ തിരിച്ചെത്തണം. എന്നെ പോലെയുള്ളവർ ആരെങ്കിലും ഉണ്ടാവുമോ? എന്നാൽ ഫുഡിൻ്റെ കാര്യം നേരെ ഓപ്പോസിറ്റ് കേട്ടോ. പല സ്ഥലങ്ങളിലും പലരും ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാൻ, വെറൈറ്റി ഫുഡ് കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്കും അങ്ങനെ തോന്നാറില്ലേ? നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ട് കഴിക്കുന്ന ഭക്ഷണം അതിൽ നിന്ന് മാറിയിട്ട് നമ്മൾ വേറെ നമ്മുടെ വീട്ടിൽ പോയാലോ അല്ലെങ്കിൽ നമ്മൾ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ നിന്നൊക്കെ കഴിക്കുന്ന ഫുഡ് സെയിം സാധനം തന്നെയായിരിക്കും, ഒരു മീൻകറിയും ചോറും തന്നെയായിരിക്കും. പക്ഷേ നമ്മളുടെ ആ ഒരു കൈ മാറി വേറെ ആൾ വെക്കുമ്പോഴുള്ള ഒരു ടേസ്റ്റ് വ്യത്യാസമില്ലേ, അത് നല്ലൊരു വ്യത്യാസം തന്നെയാണ്. നന്നായിട്ട് ഞാനത് ആസ്വദിച്ച് കഴിക്കാറുമുണ്ട്. പിന്നെ ആ ബോഗൺവില്ലൊക്കെ കാണുമ്പോൾ കൊതിയാവും കേട്ടോ. ഞാനിങ്ങനെ വിചാരിക്കും എൻ്റെ വീട്ടിൽ ആകെ 5-6 ചട്ടിയിലേ ഉള്ളൂ. അതുപോലെ ഇങ്ങനെ മതിൽ നിറച്ചും നമ്മുടെ ആ ഒരു കടലാസ് പൂക്കൾ ഉണ്ടാവണമെന്ന് വിചാരിക്കുന്നുണ്ട്. അറിയില്ല, അതിനുള്ള ശ്രമത്തിലാണ്. നമുക്കിവിടെ ഹൈവേ 6 വരി പാതയുടെ പണിയൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ. പ്രത്യേകിച്ച് വടകരയൊക്കെ മേൽപ്പാലത്തിൻ്റെ പണി കുറേ ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ട്, കുറേ ഭാഗം വർക്ക് നടക്കുന്നേ ഉള്ളൂ. ഈ റോഡ് പണി കഴിഞ്ഞാൽ പിന്നെ 1 മണിക്കൂർ കൊണ്ട് നമുക്ക് കോഴിക്കോടും കണ്ണൂരേക്കൊക്കെ പോകാൻ പറ്റും. വലിയ പർച്ചേസും കാര്യങ്ങളൊന്നും മനസ്സിലില്ലെങ്കിലും നമ്മൾ കോഴിക്കോട് എത്തിയ ഉടനെ തന്നെ അവിടെ റിലയൻസിൻ്റെ ആണെന്ന് തോന്നുന്നു ഓഫർ ഫെസ്റ്റിവൽ കണ്ടപ്പോൾ അവിടെ ഒന്ന് കയറി കേട്ടോ. ജസ്റ്റ് അവിടെ എല്ലാം ഒന്നങ്ങ് കറങ്ങി തിരിഞ്ഞ് ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡ് മോളൊക്കെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവർ വാങ്ങും. പക്ഷെ ഞാനാണെങ്കിൽ അതിലും പിശുക്കാണ്. 2 തവണ ആലോചിച്ചിട്ട് എനിക്കെന്തെങ്കിലും സാധനം വേണമെങ്കിൽ ഞാനത് വാങ്ങാൻ നിൽക്കും. അവിടെ തന്നെ ഓഫറിൽ പാത്രങ്ങളൊക്കെ കണ്ടിരുന്നേ. ആദ്യം ഞാൻ വിചാരിച്ച് വാങ്ങാം, പിന്നെ വെച്ച് വെറുതെ എന്തിനാ കാശ് കളയുന്നതെന്ന് വിചാരിച്ചിട്ട് അവിടെ തന്നെ അങ്ങ് വെച്ചു. കാരണം ചെറിയൊരു പിശുക്കുണ്ടേ, കണ്ണിലുടക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങാമെന്നും പറഞ്ഞിട്ട് അവർ 2 പേരും മുന്നിലങ്ങ് നടന്നു. പക്ഷെ അവരൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. നമ്മൾ നേരെ അവിടെ ഒന്നങ്ങ് കറങ്ങിത്തിരിഞ്ഞ് പിന്നെ നമ്മൾ മുട്ടായിത്തെരു ഇല്ലേ, മിഠായിത്തെരു, അവിടേക്കാണ് പോയത്. മിഠായിത്തെരു പണ്ട് തീപിടിച്ച വാർത്തയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ. അതിനുശേഷം ഇതിപ്പം പഴയതുപോലെ തന്നെയായി. നല്ല തിരക്കായിരുന്നു, പിന്നെ കത്തുന്ന വെയിലും. ഈ വെയിലിൻ്റെ മുന്നേ ഇവിടെ എത്തണമെന്ന് വിചാരിച്ചിട്ടും പക്ഷേ നടന്നില്ല. കോഴിക്കോട്ടുകാർക്ക് അറിയായിരിക്കും, ഒരു ലോക്കൽ മാർക്കറ്റാണ്. അതായത് ലോക്കൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ റേഞ്ചിലുള്ള ഒരുപാട് കളക്ഷനൊക്കെ ഇവിടെയുള്ള ഷോപ്പുകളിലൊക്കെ കിട്ടും കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ അവിടെ നിന്നൊന്നുമല്ല വാങ്ങിയത്. അവിടെ വഴിയിൽ നമ്മുടെ ഒരു വലിയൊരു എന്ന് വെച്ചാൽ ഒരു പ്രായമുള്ളൊരു ചേട്ടൻ ഈ ഒരു അയലില്ലേ, ആറിയിടുന്ന അയൽ, തുണി വിരിക്കുന്ന അയൽ, അത് വാങ്ങിയിരുന്നു. അവിടുന്ന് ചേട്ടൻ ഇങ്ങനെ വിൽക്കുന്ന കണ്ടപ്പോൾ ഒന്നിന് 100 രൂപയേ ഉള്ളൂ. അതിങ്ങനെ സ്പ്രിങ് പോലെയാണ്. ഇനി മഴയല്ലേ വരാൻ പോകുന്നത്, അങ്ങനെ 2 എണ്ണം അത് വാങ്ങി. ഞാൻ ഇവിടുന്ന് ഈ മിഠായി തെരുവെന്ന് വാങ്ങിയത് അത് മാത്രമാണ്. പിന്നെ അവർ നമ്മുടെ വീട്ടിൽ നിന്ന് ഇടുന്ന പാൻറ്റൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. 1-2 എങ്ങാനും ഞങ്ങൾ ഇത് എടുത്തു കേട്ടോ. പക്ഷേ എൻ്റെ ആവശ്യം അയില് അത് കിട്ടിയിട്ടുണ്ട്. അയിലെന്ന് പറയുമ്പോൾ അതിന് വേറെ എന്താ അഴാന്നാന്ന് തോന്നുന്നല്ലേ. ചൂടായതുകൊണ്ട് ഇത്തിരി എന്താ പെപ്സിയോ 7-അപ്പോ എന്തോ മോള് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതും അങ്ങ് കഴിച്ചു. പിന്നെ നേരെ ഹൽവ വാല അവിടെയാണ് പോയത്.
ഒരുപാട് ഹൽവയുടെ ടേസ്റ്റ് ഒന്ന് അറിയാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ ഹൽവ അത്ര പ്രേമിയൊന്നുമല്ല. ആകെ കഴിച്ചത് നമ്മളെ ചുവന്ന ഹൽവ, പിന്നെ കറുത്തത്, പച്ച നമ്മുടെ ഹൽവയില്ലേ, അത് മൂന്നുമാണ് ഞാൻ ടേസ്റ്റ് അറിഞ്ഞുള്ളൂ. പക്ഷേ ഇവിടെ ഭയങ്കര വെറൈറ്റി ആയിട്ട് നമുക്ക് പല പല ഫ്ലേവറിലുള്ള, എന്നാൽ ഹൽവയുടെ ടെക്സ്ചറിൽ നിന്ന് മാറിയിട്ടുള്ള ഒരു എന്തോന്നറിയില്ല എങ്ങനെയാണ് പറയേണ്ടതെന്ന്, അത്രയും ടേസ്റ്റുള്ള നട്ട്സ് ഇട്ടതും, പിന്നെ എന്താ മിൽക്കി, നമ്മൾ കേക്കൊക്കെ പറയില്ലേ, ചോക്കോ നട്ട്സ് അല്ലെങ്കിൽ മിൽക്ക് കേക്ക് എന്നൊക്കെ പറയില്ലേ, അതേപോലെയുള്ള ടേസ്റ്റുള്ള ഹൽവകളൊക്കെയാണ് ഉള്ളത്. പിന്നെ ഡെസിക്കേറ്റഡ് കോക്കനട്ടിൻ്റെ ഉണ്ട്, പിന്നെ നമ്മുടെ ഇതില്ലേ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ മാത്രമല്ല നമ്മുടെ വിത്തൊക്കെ ഇല്ലേ, സീഡിൻ്റെ, അതൊക്കെ ഇട്ടിട്ടുള്ളതുണ്ട്. പിസ്ത, അങ്ങനെ ഒരുപാട് ഫ്ലേവറിൽ നമുക്ക് പണ്ട് കേക്ക് കിട്ടുന്നത് പോലെ ഇപ്പോൾ ഹൽവകൾ വെറൈറ്റിയിലുണ്ടെന്നുള്ളത് എനിക്ക് ഇത് പുതിയൊരു എക്സ്പീരിയൻസ് ആട്ടോ. ഇതൊക്കെ കണ്ടും ടേസ്റ്റ് അറിഞ്ഞും അടുത്ത ഒരുപാട് പേരുണ്ടാവും. പക്ഷെ ഞങ്ങൾക്കിത് ആദ്യമായിട്ടാണ്. ഏതെല്ലാം വരുന്നത്? വൈറ്റ് ഏതായിരുന്നു? മിൽക്ക് ഹൽവ, മിൽക്ക് സീഡ് ഹൽവ, ക്രഞ്ചി കോക്കനട്ട് ഹൽവ, ഒന്നും കൂടി ഉണ്ടല്ലോ, ഡ്രൈ ഫ്രൂട്ടാ. ആരെങ്കിലും കോഴിക്കോട് ഭാഗത്ത് പോവുകയാണെങ്കിൽ ഈ ഷോപ്പ് കയറണം കേട്ടോ. അവിടുത്തെ ഹൽവയുടെ ടേസ്റ്റ് ഒന്ന് അറിയണം. ഇത് പ്രൊമോഷനും കാര്യങ്ങളൊന്നുമല്ല, അവിടുത്തെ ആളുകളുമായിട്ട് ഒരു ബന്ധവും ഞങ്ങൾക്കില്ല. ടേസ്റ്റ് അറിഞ്ഞതുകൊണ്ട് പറയാണ്, മിസ് ചെയ്യല്ലേ. അവിടുന്ന് പിന്നെ നമ്മൾ നേരെ പോയത് ഗോകുലം മോളിലേക്ക്. എന്തായാലും വീട്ടിൽ കുറച്ച് സാധനങ്ങളൊക്കെ തീർന്ന് വാങ്ങാറായിട്ടുണ്ട്. അപ്പോൾ പിന്നെ വടകരയിൽ നിന്ന് വാങ്ങണ്ട, ഇവിടേക്ക് വരുന്നതല്ലേ, ഇവിടുന്ന് തന്നെ കളക്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. മുകളിലെത്തിക്കഴിഞ്ഞാൽ പിന്നെയുള്ള അവസ്ഥ അറിയാമല്ലോ, എടുത്തെടുത്ത് വെക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ആവശ്യം ഉണ്ട് എന്ന് വിചാരിച്ചാലും അതിലപ്പുറത്തേക്ക് നമ്മളോട് കാണുമ്പോൾ എടുത്ത് വെച്ച് പോകും. പണ്ടെല്ലാം നമ്മളിങ്ങനെ സാധനത്തിൻ്റെ ലിസ്റ്റൊക്കെ എഴുതിയിട്ട് ആ ലിസ്റ്റിലുള്ളത് മാത്രം നമ്മൾ പോയിട്ട് വാങ്ങുന്നൊരു ശീലമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ എല്ലാം ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ എത്ര എഴുതി കഴിഞ്ഞാലും ആ എഴുതിയതിൽ അപ്പുറത്തേക്ക് നമ്മളങ്ങ് വാങ്ങും. അങ്ങനെ നിങ്ങൾക്കും തോന്നാറില്ലേ? നമ്മുടെ ബഡ്ജറ്റിലുള്ളതിൽ അപ്പുറത്തേക്ക് അങ്ങ് ആയിപ്പോവും. പണ്ട് നമ്മൾ ടൗണിലെ കുമാരേട്ടൻ്റെയും ചന്ദ്രേട്ടൻ്റെ ഒക്കെ കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ ചെറുപയർ 250, കടല 300 എന്ന് പറയുമ്പോൾ അവരെടുത്തങ്ങ് തരും. ഇതിപ്പോൾ അങ്ങനെയാണ്, നമ്മൾ കാണുന്നത് എടുത്തെടുത്ത് ബാക്കറ്റിലാക്കി വെച്ചിട്ട് ആ കൊട്ടയിലാക്കി വെച്ചിട്ട് നേരെ ബില്ല് ചെയ്യാൻ പോവാം. നമ്മുടെ ആ ഒരു രീതിയിൽ മാറ്റം വന്നതുകൊണ്ട് തന്നെ ചിലവിൻ്റെ കാര്യത്തിലും കുത്തനെ അങ്ങ് കൂടിയിട്ട് തന്നെയാണ് ഉള്ളത്. പിന്നെ അതിൻ്റെ ഭാഗം തന്നെയാണ് ഇതൊക്കെ. അതായത് ഇതൊക്കെ ഫുഡ് കാണുമ്പോൾ നമുക്കിങ്ങനെ എല്ലാത്തിൻ്റെ ടേസ്റ്റ് അറിയണം തോന്നുമല്ലോ. അങ്ങനെ പെപ്പർ ചിക്കനും ഡ്രാഗൺ ചിക്കനും പിന്നെ കുറച്ച് ഫ്രൂട്ട്സും കട്ട് ഫ്രൂട്ട്സും എല്ലാം അങ്ങ് വാങ്ങിയിട്ടുണ്ട്. ഈ ചിക്കനൊക്കെ വാങ്ങിയത് ഇപ്പോൾ കഴിക്കാനല്ല കേട്ടോ, കാരണം എന്തായാലും ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് വീട്ടിലെത്തി കഴിഞ്ഞിട്ട് പിന്നെയും എനിക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇന്നത്തെ ദിവസം ഫുൾ റെസ്റ്റാണ്, അടുക്കളയ്ക്ക് വിടയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു ചിക്കനൊക്കെ വാങ്ങി, പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സൊക്കെ അത് പിന്നെ ശേഷം വാങ്ങിയതാണ്. ഞാൻ പറയാൻ വന്നത് വേറെ ഒന്നുമല്ല, നമ്മുടെ ഹാഫ് കുക്ക്ഡ് നമ്മുടെ ചപ്പാത്തിയില്ലേ, സാധാരണ നമ്മളങ്ങനെ അത് വാങ്ങാറില്ല. പക്ഷേ ഇന്ന് ഞാൻ ചീറ്റ് ഡേ എന്ന് പറഞ്ഞതുപോലെ അതെല്ലാം അങ്ങ് എടുത്തു വെച്ചു. അങ്ങനെ ഇപ്പം ബില്ലാക്കുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിചാരിച്ചതിൻ്റെ അപ്പുറത്തേക്ക് ബില്ല് വന്നിട്ടുണ്ട്. അതിന് ശേഷം വന്ന ആ ഒരു സ്ഥലം, ഇത് ഒരുപാട് റീൽസിലൊക്കെ വന്നതാണെന്നാണ് ഹസ്ബൻഡ് പറഞ്ഞത്. എനിക്കൊരു ഐഡിയ ഇല്ലാണ്ട് വന്നതാണ്. ഞാൻ അത്ര മന്തിപ്രേമിയും അല്ല, പക്ഷേ നല്ല കത്തുന്ന വിശപ്പുണ്ടായിരുന്നു. ഒരു 2:30 ആയി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഷോപ്പിൽ വന്നപ്പോൾ തന്നെ എന്താണെന്നറിയില്ല, എന്തൊരു തിരക്കായിരുന്നെന്നറിയോ. അവിടെ 20-25 മിനിറ്റ് എങ്ങാനും ഞങ്ങൾ ക്യൂ നിന്നതാണ്. അവിടുത്തെ രീതി എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഡോക്ടറെ അടുത്ത് നമ്മൾ ടോക്കൺ എടുത്തിട്ട് വിളിക്കില്ലേ, അതുപോലെ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആരെങ്കിലും ഒരാളുടെ പേര് അവിടെ എഴുതി വെക്കും. അതിന് ശേഷം ആ പേര് വിളിക്കുന്ന അനുസരിച്ചിട്ടാണ് അവിടെ നമ്മൾ സീറ്റ് അവർ സെറ്റാക്കി തരിക. അവിടുത്തെ മന്തി അപാരം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് എനിക്കത് പറയേണ്ടതെന്ന് അറിയില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത്ര മന്തി പ്രേമി അല്ലെങ്കിലും എനിക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം മസ്റ്റ് ട്രൈ ആണെന്നാണ്. അത്രയും ടേസ്റ്റുള്ള മന്തിയാണ്. ആ ഒരു ഫ്ലേവറൊക്കെ കറക്റ്റ്, മന്തിയുടെ ഫ്ലേവർ ഇല്ലേ അറിയാലോ, അപ്പം അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ചിക്കനാണെങ്കിൽ ഞങ്ങൾ 2 തരം ചിക്കനാണ് അവിടെ ഓർഡർ ചെയ്തത്. ചിക്കനും മന്തിയും എല്ലാം സൂപ്പർ ടേസ്റ്റായിരുന്നു. നന്നായിട്ട് ഫുഡ് കഴിച്ചു. അവിടുന്ന് ഞങ്ങൾ 3 പേരിൽ ഏറ്റവും കൂടുതൽ ഈ ഒരു റൈസ് കഴിച്ചത് ഞാൻ തന്നെയാണെന്നാണ് തോന്നുന്നത്. അത്രയും ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഹസ്ബൻഡും മോളും ഒക്കെ ഇങ്ങനെ അതിശയിച്ചു, അമ്മ മന്തി കഴിക്കുമോ, അമ്മ ഇത്രയും കഴിച്ചോ? ഞാൻ പറഞ്ഞു, മോളെ ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്നറിയില്ല, എനിക്കിങ്ങനെ ഇനിയും കഴിക്കണം എന്ന് തോന്നുകയെന്ന്.
പിന്നെ അവിടെ ചട്നി സാധാരണ നമ്മൾ എന്താ ഈ തക്കാളിയുടെ ചട്നിയും പിന്നെ അതുപോലെ തന്നെ ഈ മയനൈസ് അല്ലേ ഉണ്ടാവുക, അതിൻ്റെ കൂടെ തന്നെ പുളിയൊക്കെ ഇട്ടിട്ടുള്ള ആ ഒരു സ്വീറ്റും പിന്നെ എരിവും ഒക്കെ ചേർന്നിട്ടുള്ള വേറൊരു ചട്നിയില്ലേ, അതും കൂടെ തന്നിരുന്നു. ചില ഹോട്ടലിലൊന്നും അത് കിട്ടാറില്ല, പക്ഷേ ഇവിടെ അതും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഹോട്ടലിൻ്റെ പേര് എന്തായിരുന്നു? നഹ്ദി മന്തി. നഹ്ദി NAHDI. നഹ്ദി മന്തിയാണോ നാദി മന്തിയാണോ അതെനിക്ക് എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യാമെന്നറിയില്ലേ. അതാണ് ആ ഹോട്ടൽ. അവിടുത്തെ സ്പോട്ട് ഇപ്പോൾ പേര് കേട്ടാൽ തന്നെ അവിടെ ഏത് സ്ഥലത്താണ് എന്ന് കറക്റ്റ് എല്ലാവർക്കും അറിയാൻ പറ്റിയിട്ടുണ്ടാവും. എനിക്കിത് ആദ്യമായിട്ടായതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഈ ഒരു ഫുഡിനെ വർണ്ണിച്ചത്. കാരണം ഞാൻ പറയില്ല, ആ ടേസ്റ്റ് അത്രയും ഉണ്ടായിരുന്നു. ഇതിപ്പോൾ ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ തന്നെ ഇത് കാണുമ്പോൾ എനിക്കിങ്ങനെ വായിൽ വെള്ളം വരിക, കൊതിയാവുക. ആ രുചി ഇങ്ങനെ ടേസ്റ്റ് ബഡ് എന്നെ ഇങ്ങനെ എൻ്റെ നാവിലിങ്ങനെ തുമ്പിലുണ്ട്. എനിക്ക് അതെല്ലാം കൂടെ മിക്സ് ചെയ്യുമ്പോഴുള്ള ആ ഒരു ടേസ്റ്റ് ഇല്ലേ, അതിങ്ങനെ നാവിൻ തുമ്പത്ത് വരുമ്പോൾ വായിൽ സത്യം പറഞ്ഞാൽ വെള്ളം വരിക. പിന്നെ അതിന് ശേഷം പിന്നെ ലെമൺ ജ്യൂസൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. വേറെ പണിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് പ്രധാനം ഫുഡ് അടിയും പിന്നെ വീട്ടിലെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യലും അതുമാത്രമേ ഈ യാത്രയിൽ ഉണ്ടായിട്ടുള്ളൂ. ഈ ഒരു യാത്രാവിശേഷം വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച വേറൊന്നുമല്ല. കോഴിക്കോട് വരാൻ ഉദ്ദേശിക്കുന്നവരോ അല്ലെങ്കിൽ കോഴിക്കോട് താമസിക്കുന്നവരോ ആണെങ്കിൽ ഈ നമ്മുടെ നാദി മന്തി എന്നുള്ള ഹോട്ടലും പിന്നെ അതുപോലെ തന്നെ ഹൽവാവാല അവിടെ ആ ഒരു ബേക്കറിയിലെ അത് രണ്ടും നിങ്ങൾ പോകേണ്ട മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് തന്നെയാണ്. അപ്പോൾ വെക്കേഷൻ എല്ലാവരും അടിച്ചു പൊളിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്